ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ള സിം കാർഡ് ഏതാണ്? നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ സ്വദേശത്തോ വിദേശത്തോ എവിടെയും ആയിക്കോട്ടെ, ആ ഒരു സ്ഥലത്ത് ഏതൊക്കെ സിം കാർഡാണ് പ്രവർത്തിക്കുന്നത് എന്നും ഏതൊക്കെ സിം കാർഡിലാണ് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളത് എന്നും ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് വാങ്ങാൻ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കുമ്പോൾ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ സ്പീഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ കണക്ടിവിറ്റി ടെസ്റ്റ്, വീഡിയോ ടെസ്റ്റ്, 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്പീഡ് ടെസ്റ്റ് എന്ന ഭാഗം ഒന്ന് ടച്ച് ചെയ്യാം. ഇവിടെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിം കാർഡിൻ്റെ സ്പീഡ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഡൗൺലോഡ് സ്പീഡ് എത്രയെന്നും അപ്ലോഡ് സ്പീഡ് എത്രയെന്നും ലാറ്റൻസി എത്രയാണെന്ന് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അത് വന്നു കഴിഞ്ഞു. ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും ലാറ്റൻസിയും ഏകദേശം മോശമില്ലാത്ത ഒരു സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ മുകളിൽ ഇൻഡോറും ഔട്ട്ഡോറും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിം കാർഡിന് 4G, 5G, അതുപോലെ തന്നെ 3G, ഏറ്റവും കൂടുതൽ ഇവിടെ 100% കാണുന്നത് 5G തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 5G നെറ്റ്വർക്ക് കവറേജ് കൂടുതൽ അതിനുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വരാം. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ആ ഒരു സിം കാർഡിൻ്റെ നെറ്റ്വർക്ക് ഇവിടെ എവിടെയൊക്കെയാണ് അതിൻ്റെ ടവർ ഉള്ളത് എല്ലാം ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പച്ച കളർ കാണുന്നതെല്ലാം ഇതിൻ്റെ ടവറാണ്. ഓക്കെ, ഇനി മുകളിൽ കാണുന്നത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ സിം കാർഡാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. എനിക്കിവിടെ എയർടെൽ, BSNL, ജിയോ, VI എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്പീഡ്, ഡൗൺലോഡ് സ്പീഡ് 99.15 ഡൗൺലോഡ് സ്പീഡും 6.48 സ്പീഡ് അപ്ലോഡ് സ്പീഡും ഇവിടെ ജിയോ കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ എയർടെലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് ഏത് സിമ്മിനാണെന്ന് എനിക്കിവിടെ മനസ്സിലായി. ഇനി ഇവിടെ വലത്ത് നിന്നും ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെറ്റ്വർക്ക് കവറേജ് ഏരിയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്. അതും ഇവിടെ ജിയോക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് VIയും അതുപോലെ തന്നെ എയർടെലും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ളത് ജിയോ ആണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ എനിക്ക് ജിയോ സിമ്മിലേക്ക് പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ജിയോ സിം എടുത്താലാണ് എനിക്ക് കൂടുതൽ ഗുണകരം. ഇനി ഇവിടുത്തെ അവസാനത്തെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ സെൽ ടവേഴ്സ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമ്മിന് ആ സെല്ലിന് എത്രത്തോളം ടവർ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് 2 ഗുണങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ട്. ഒന്ന്, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം പവർ ഉണ്ട്, എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ മറ്റൊരു സിമ്മിലേക്ക് പോർട്ട് ചെയ്യുമ്പോൾ ഏത് സിമ്മാണ് ഏറ്റവും നല്ലത്, ഏത് സിമ്മിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളത്, നെറ്റ്വർക്ക് കവറേജ് ഉള്ളത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് സിം കാർഡാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.